Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നമ്മൾ നിഫ്റ്റിയുടെ അനാലിസിസിൽ ഇന്നലെ പറഞ്ഞത് നിഫ്റ്റി ഇൻ കേസ് ഒരു 19600 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഹയർ ലെവൽസിലേക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇതിനെക്കാട്ടിലും ഹയർ ലെവലാണ്. ബട്ട് അതെന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ഉടനെ തന്നെ കാണാം. 5 മിനിറ്റ്സ് ചാർട്ടിൽ നമുക്കറിയായിരുന്നു ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ എങ്കിൽ ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അപ് ട്രെൻഡിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. നിഫ്റ്റിക്ക് ഇൻഫാക്ട് ചെറിയൊരു മൊമെൻറ്റം ഉണ്ട്. ബട്ട് എന്തുകൊണ്ടാണിത് സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും. സോ നിഫ്റ്റിയുടെ ഇപ്പോഴും നിഫ്റ്റി സ്റ്റിൽ ലുക്സ് ബുള്ളിഷ് ആൻഡ് ദ മിനിമം ടാർഗറ്റ് ഇസ് അറൌണ്ട് 19800 അൺടിൽ ആൻഡ് അൺലെസ് നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പിൻ്റെ താഴെ, അതായത് 19487 താഴോട്ട് പോവാതെ നിഫ്റ്റിയിൽ ഒരു ഷോർട്ട് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ല. വി ഷുഡ് ഓൺലി ലുക്ക് ഫോർ ലോങ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി. സോ അതാണ് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് കറൻ്റ്ലി. ഇൻട്രസ്റ്റിംഗ്ലി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അറൌണ്ട് 44600 ടാർഗറ്റ്സ് ആണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയപ്പോൾ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ടായി. കാരണം എന്ന് വെച്ചാൽ ഇത് ബാങ്ക് നിഫ്റ്റിക്കകത്തുണ്ടാവുന്ന വേറൊരു പ്രൈസ് ആക്ഷൻ ലോജിക്കാണ്. ബാങ്ക് നിഫ്റ്റിക്കിൽ മാത്രമല്ല, പൊതുവെ എല്ലാ ഇൻഡെക്സിലും ഇൻ കേസ് പ്രീവിയസ് ഡേ ഓൾമോസ്റ്റ് ഒരു ബുള്ളിഷ് ക്ലോസിംഗ് ആയിരുന്നു. സോ എല്ലാവരും ഇവിടെ ലോങ് ട്രേഡ് ക്യാരി ചെയ്യുന്നവരെല്ലാം ഇത്രയും ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് കിട്ടിയപ്പോൾ, ദാറ്റ് ടു എബോവ് 44,000 ഗ്യാപ്പ് അപ്പ് കിട്ടിയപ്പോൾ ഉണ്ടാകുന്നൊരു പ്രോഫിറ്റ് ബുക്കിംഗ്. അത് എൻറ്റയർ ഡേ പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്നലെ എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ളൊരു മാനേജ്മെൻ്റ് ആണ്, ഇൻഡെക്സ് മാനേജ്മെൻ്റ് ആണ് ഈ കാണുന്നത്. 44,200 ക്ലോസ് ചെയ്തത്. ഒരു പ്രോപ്പർ സ്ട്രാറ്റജി പ്ലേ ആയിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷൻ, അതായത് ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് ക്യാൻഡിൽ ആണെങ്കിലും ഇതൊരു എക്സ്പയറി റിലേറ്റഡ് മൂവ്മെൻറ്റ് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സ്റ്റിൽ ബാങ്ക് നിഫ്റ്റി ഒരു 43,900 ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഒരു സ്വിംഗ് ഹൈ ഉണ്ട് 44,000 റേഞ്ചിൽ. സോ ഈവൻ ബാങ്ക് നിഫ്റ്റിക്കും ഒരു അപ്സൈഡ് തന്നെയാണ് ഞാനിപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇവൻച്വൽ ടാർഗറ്റായ 44,500, 600 സോണിലേക്ക് തന്നെ ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇൻ കമ്മിങ് ഡേയ്സ്. സോ നമുക്ക് ഫൈനലി FIDA ഡേറ്റ് നോക്കാം. FIDA ഡേറ്റിൽ ഹയർ നമ്പർ ഓഫ് കോൾസ് ദാൻ പുട്ട്സ്. ബട്ട് ഇന്നലത്തെ ദിവസം ഒരു ബെയറിഷ് ചെയിനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പോലും, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇന്നലത്തെ ഒരു നെക്സ്റ്റ് ഡേ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് കുറേ നാൾക്ക് ശേഷം അവർ സ്റ്റോക്കിൽ അവസാനം മേടിച്ചു. ഇത്രയും നാൾ കണ്ടിന്യൂസ് സെല്ലിങ്ങിന് ശേഷം ഇന്നലെ ഒരു സ്മോൾ എമൗണ്ട് ആണെങ്കിലും സ്റ്റോക്കിൽ ബൈ ചെയ്യുന്നതായിട്ട് കാണാം. ഒരു പോസിറ്റീവ് ഫിഗർ കാണാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ OI ചേഞ്ച് നോക്കിക്കഴിഞ്ഞാലും ഫ്യൂച്ചേഴ്സിൽ സ്റ്റിൽ ആ ഷോർട്ട് കവറിങ് സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്നുണ്ട് കണ്ടിന്യൂസ്ലി ഫ്രം ഈ ഒരു ലെവലിൽ നിന്ന് കണ്ടിന്യൂസ്ലി അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ് ഡേറ്റ. സോ ആ ഒരു ബുള്ളിഷ്നെസ് എക്സ്പെക്ട് ചെയ്യുന്നു, ആ ഒരു കണ്ടിന്യൂവേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. നിഫ്റ്റിയുടെ നമുക്കൊന്നും കൂടെ ചാർട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഒരു ആക്ച്വൽ റേഞ്ച് എന്ന് പറയുന്നത് ഐഡിയലി ഈ ഒരു സ്വിങ് ഹോൾഡ് ചെയ്യണം. ഈ സ്വിങ് തൊട്ട് ഒരു 19,800 ഒരു 140 പോയിന്റ്സിൻ്റെ റേഞ്ചാണ്. ആൻഡ് സ്ട്രാഡിൽ ഐ തിങ്ക് ക്ലോസ്ഡ് ഫോർ അറൌണ്ട് 90 പോയിന്റ്സ്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യലി കോൾ സെല് ചെയ്യുന്ന സമയത്ത് ഒരല്പം കെയർഫുൾ ആയിരിക്കുക. ഡെഫിനറ്റ്ലി എക്സ്പയർ റിലേറ്റഡ് ആയിട്ടുള്ള 19,700 750 എല്ലാം വെരി ഹൈ കോൾ റൈറ്റിങ്സ് കാണും. നമുക്ക് ഓൾറെഡി ഓപ്പൺ ഇൻട്രസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി തന്നെ 19,700 800 വെരി ഹൈ നമ്പർ ഓഫ് കോൾ റൈറ്റിംഗ് ഉണ്ട്. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കവറിങ് കാണാനും സാധിക്കും. സോ അതുകൊണ്ട് ജസ്റ്റ് ബി സേഫ്. ഈ ഒരു ലെവൽ, ഈ സ്വിംഗ് ബ്രീച്ച് ചെയ്ത് താഴെ വരുന്നത് വരെ it's sort of risky to sell calls in my opinion. So that's all. Trade safe. Thank you.